നമസ്കാരം. പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ആരും കാണാത്ത വിധം അത്യന്തം നാടകീയവും പ്രഹസനപൂർണവുമായ ഒരു വലിയ രാഷ്ട്രീയ അട്ടിമറിക്കാണ് കൊൽക്കത്തയിലെ ബൈപ്പാസ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാറ്റും കൊടുങ്കാറ്റും തനിക്ക് അനുകൂലമാക്കാൻ കെൽപ്പുള്ളവളെന്ന് അഹങ്കരിച്ചിരുന്ന മമതാ ബാനർജിയുടെ ഈഗോയ്ക്ക് അവരുടെ തന്നെ അണിയറക്കാർ നൽകിയ ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. മമത എന്ന ഏകാധിപതിയുടെ സാമ്രാജ്യത്വ ഭാവങ്ങൾക്കും അമിത ആത്മവിശ്വാസത്തിനും മേൽ വീണ കനത്ത പ്രഹരമാണ് തൃണമൂൽ കോൺഗ്രസിലെ ഈ ആഭ്യന്തര കലാപം. ഒരു ജനാധിപത്യ പാർട്ടിയിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ അഹങ്കാരം തകർന്നടിയുന്നത് എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് കൊൽക്കത്തയിലെ തെരുവുകളിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത്. ഇത്രയും കാലം പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി പറഞ്ഞതായിരുന്നു അവസാന വാക്ക്. അണികളും നേതാക്കളും അവർക്ക് മുന്നിൽ വെറും കയ്യടി ഒച്ചകൾ മാത്രമായിരുന്നു. എന്നാൽ ഋതുബ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ അട്ടിമറി മമതയുടെ രാഷ്ട്രീയ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പരിഹാസമായി മാറിയിരിക്കുകയാണ്. പാർട്ടിയുടെ മെട്രോപൊളിറ്റൻ ഓഫീസ് വിമതർ പൂട്ടി താക്കോലുമായി പോയപ്പോൾ ഞാൻ തന്നെയാണ് പാർട്ടി എന്ന് അഹങ്കരിച്ചിരുന്ന മമതയ്ക്ക് സ്വന്തം വീട്ടുപടിക്കൽ നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓഫീസ് കൈവിട്ടുപോയ വിവരമറിഞ്ഞ് പാഞ്ഞെത്തിയ തൃണമൂൽ MLA കുനാൽ ഘോഷിന് പൂട്ടിയിട്ട പ്രധാന ഗേറ്റിന് മുന്നിൽ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നു. ദീദിയുടെ വിശ്വസ്തർക്ക് സ്വന്തം പാർട്ടി ഓഫീസിന്റെ പൂട്ടുപൊളിക്കാൻ പോലും കഴിയാത്ത വിധം അശക്തരായി മാറേണ്ടി വന്നത് മമതയുടെ അധികാരത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയെയാണ് കാണിക്കുന്നത്. ക്രമസമാധാന പാലനത്തിനായി പോലീസ് എത്തിയെങ്കിലും മമതയുടെ സ്വന്തം പോലീസിന് അവരുടെ പാർട്ടി ഓഫീസ് പോലും വിമതരിൽ നിന്ന് തിരിച്ചുപിടിച്ച് നൽകാൻ സാധിച്ചില്ല എന്നത് ഈ നാടകത്തിന്റെ പരിഹാസത്തിന്റെ ആഴം കൂട്ടുന്നു. നേതാക്കൾ തമ്മിലുള്ള ഈ അധികാരപ്പോര് അണികൾ ഏറ്റെടുത്തതോടെ തെരുവ് യുദ്ധമായി ഇത് മാറിയിരിക്കുകയാണ്. മമത അനുകൂലികളും വിമതരും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന പൊതുജനങ്ങൾക്ക് ഇതൊരു വെറും രാഷ്ട്രീയ നാടകം മാത്രമായി മാറുന്നു. പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ ഇത്രയും കാലം കണ്ട മമതയുടെ സിംഹാസനമാണ് ഇപ്പോൾ തകർന്നടിയുന്നത്. വിമത വിഭാഗം മമതാ ബാനർജിയോട് കാണിച്ച ഈ ആദരവാണ് ഈ നാടകത്തിലെ ഏറ്റവും വലിയ തമാശ. മമതയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നതിന് പകരം അവരെ പാർട്ടിയുടെ ഉപദേഷ്ടാവായി തുടരാൻ അനുവദിക്കുന്നു എന്നാണ് വിമതർ പ്രഖ്യാപിച്ചത്. ഇതിലും വലിയൊരു രാഷ്ട്രീയ പരിഹാസം മമതാ ബാനർജി എന്ന സിംഹത്തിന് നേരെ ആരും ഇതുവരെ പ്രയോഗിച്ചിട്ടുണ്ടാകില്ല. അധികാരവും ഫണ്ടും ചിഹ്നവും ഞങ്ങൾ കൈകാര്യം ചെയ്യാം, ദീദി ഇരുന്ന് ഉപദേശിച്ചാൽ മതി, ഇതിനേക്കാൾ വലിയൊരു ട്രോൾ വേറെന്തുണ്ട്? മമതയുടെ അമിത ഈഗോയെ തൃണവൽക്കരിച്ചുകൊണ്ട് വിമതരെടുത്ത ഈ തീരുമാനം അവരെ രാഷ്ട്രീയമായി ജീവനോടെ കുഴിച്ചു മൂടുന്നതിന് തുല്യമാണ്. അതേസമയം മമതയുടെ പിൻഗാമിയായി വാഴിക്കാൻ വെച്ചിരുന്ന അനന്തരവൻ അഭിഷേക് ബാനർജിയെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒറ്റയടിക്ക് തെറിപ്പിക്കുകയും ചെയ്തു. കുടുംബവാഴ്ചയ്ക്കും അഹങ്കാരത്തിനും വിമതർ നൽകിയ മറുപടി കൃത്യമായിരുന്നു. മമതയുടെ തണലിൽ വളർന്ന് പാർട്ടിയെ സ്വന്തം തറവാട്ട് സ്വത്താക്കാൻ നോക്കിയ അഭിഷേകിന് അണികൾ നൽകിയ ഈ തിരിച്ചടി തൃണമൂലിന്റെ ചരിത്രത്തിലെ നിർണായകമായൊരു വഴിത്തിരിവാണ്. കുടുംബത്തിലുള്ളവർക്ക് മാത്രം അധികാരം നൽകുന്ന രീതിക്ക് അന്ത്യം കുറിക്കാൻ വിമതർക്ക് കഴിഞ്ഞു. മുൻ കൊൽക്കത്ത മേയർ ഫിർഹാദ് ഹക്കീം, ഹൗറ സെൻട്രൽ MLA അരൂപ് റോയ് എന്നിവരെയൊക്കെ വെറും കളിപ്പാവകളായിട്ടായിരുന്നു മമത ഇത്രയും കാലം കണ്ടിരുന്നത്. എന്നാൽ അതേ അരൂപ് റോയിയെ പാർട്ടി ചെയർമാനാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് 30 അംഗ വർക്കിംഗ് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ മമതയുടെ കാലിനടിയിലെ മണ്ണാണ് ഒലിച്ചുപോയത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പാർട്ടിയുടെ പേരും ചിഹ്നവും ഫണ്ടും തങ്ങളുടേതാണെന്ന് വിമതർ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ജൂലൈ 6 വൈകുന്നേരത്തിനകം മറുപടി നൽകാൻ കമ്മീഷൻ ഇത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയുടെ ചിഹ്നവും പേരും നിലനിർത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ യാചിക്കേണ്ടി വരുന്ന മമതയുടെ അവസ്ഥ അവരുടെ അഹങ്കാരത്തിനേറ്റ വലിയൊരു തിരിച്ചടിയാണ്. ഭയമില്ലാതെ ആരെയും നേരിടാമെന്ന് വീരവാദം മുഴക്കിയൊരു നേതാവ് ഇന്ന് നിയമത്തിന്റെയും കമ്മീഷന്റെയും വഴിയിലൂടെ തന്റെ അധികാരം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ ജനങ്ങളിൽ പരിഹാസം മാത്രമാണ് ഉണ്ടാകുന്നത്. ഭരണം നിലനിർത്താൻ വേണ്ടി എന്ത് അടവും പയറ്റുന്ന മമതയ്ക്ക് ഇത്തവണ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ് കനത്ത പ്രഹരമേറ്റിരിക്കുന്നത്. എതിരാളികളെ അടിച്ചമർത്താനും സ്വന്തം പാർട്ടിയിലെ ഭിന്നാഭിപ്രായങ്ങളെ ഭയപ്പെടുത്താനും മമത എപ്പോഴും ശ്രമിച്ചിരുന്നു. എന്നാൽ ഭയത്തിന്മേൽ കെട്ടിപ്പടുത്ത സാമ്രാജ്യം എത്ര പെട്ടെന്നാണ് തകരുന്നത് എന്ന് കൊൽക്കത്തയിലെ തെരുവുകൾ തെളിയിക്കുന്നു. ഒരു വശത്ത് മമതയുടെ കട്ടൗട്ടുകൾ തകർക്കപ്പെടുമ്പോൾ മറുവശത്ത് വിമതർ തങ്ങളുടെ വിജയം ആഘോഷിക്കുകയാണ്. പാർട്ടി ഓഫീസിന് മുന്നിൽ ഇരുവിഭാഗവും തമ്മിൽ നടത്തുന്ന സംഘർഷം പശ്ചിമ ബംഗാൾ ജനതയ്ക്ക് മുന്നിൽ തൃണമൂലിനെ ഒരു കോമാളി നാടകവേദിയാക്കി മാറ്റിയിരിക്കുകയാണ്. വികസനത്തെക്കുറിച്ചോ ജനങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ചോ ചർച്ച ചെയ്യേണ്ട ഭരണകക്ഷി ഇന്ന് സ്വന്തം ഓഫീസിന്റെ താക്കോലിന് വേണ്ടി തെരുവിൽ തല്ലുകൂടുന്നത് കാണുമ്പോൾ ബംഗാളിന്റെ രാഷ്ട്രീയ സാംസ്കാരിക പതനത്തെയാണ് ഇത് കാണിക്കുന്നത്. തങ്ങൾ ചോരയും നീരും നൽകി വളർത്തിയ പ്രസ്ഥാനം ചില വ്യക്തികളുടെ സ്വാർത്ഥത കാരണം
തെരുവിൽ അപഹാസ്യമാകുന്നത് തൃണമൂലിന്റെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് വലിയ നിരാശയാണ് സമ്മാനിക്കുന്നത്. ജനവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു നേതൃത്വമായി മമതയും കൂട്ടരും മാറിക്കഴിഞ്ഞു. അവരുടെ കോട്ടകൾ ഓരോന്നായി തകരുന്നത് അണികൾ നോക്കി നിൽക്കുന്നു. ഇനി മമതാ ബാനർജി എത്രയൊക്കെ അലറി വിളിച്ചാലും റാലികൾ നടത്തിയാലും അവരുടെ രാഷ്ട്രീയ അപ്രമാദിത്വത്തിന് വലിയൊരു വിള്ളൽ വീണു കഴിഞ്ഞു. സ്വന്തം അണികളെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു നേതാവിനെ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ നയിക്കാൻ കഴിയുക? മമതയുടെ ഈഗോയെ തൃണമൂലിലെ വിമതർ കൊൽക്കത്തയിലെ EM ബൈപ്പാസിൽ വെച്ച് പരസ്യമായി വിചാരണ ചെയ്തിരിക്കുകയാണ്. അവരുടെ ഏകാധിപത്യ സ്വഭാവത്തിന് ജനങ്ങളും നേതാക്കളും നൽകിയ മറുപടിയാണിത്. അധികാരത്തിന്റെ കൊടുമുടിയിൽ ഇരിക്കുമ്പോൾ താഴെയുള്ളവരെ മനുഷ്യനായി കാണാത്ത ഏതൊരു ഭരണാധികാരിക്കും ഉണ്ടാകുന്ന അതേ പതനമാണ് മമതയ്ക്കും ഉണ്ടായിരിക്കുന്നത്. സ്വന്തം അണികളുടെ വികാരം മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് മമതയുടെ ഏറ്റവും വലിയ പരാജയം. വിമതർ പാർട്ടി ഓഫീസ് കയ്യേറിയപ്പോൾ അതിനെ തടയാൻ പോലും ആരും മുന്നോട്ട് വന്നില്ല എന്നത് മമതയോടുള്ള കനത്ത അമർഷം വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിൽ താൻ മിടുക്കിയാണെന്ന് അവകാശപ്പെടുന്ന മമതയ്ക്ക് സ്വന്തം അണികളുടെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല എന്നത് വലിയൊരു പരാജയമാണ്. ദീദി ഇനി വെറും ഉപദേഷ്ടാവ് മാത്രമായി ഒതുങ്ങുമോ അതോ അവരുടെ ഈഗോ അവരെ കൂടുതൽ നാശത്തിലേക്ക് നയിക്കുമോ എന്ന് ജൂലൈ 6 തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തോടെ വ്യക്തമാകും. ചിഹ്നവും ഫണ്ടും നഷ്ടപ്പെട്ടാൽ മമതയ്ക്ക് ബംഗാൾ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുക അസാധ്യമായിരിക്കും. കാരണം പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലത്തിലല്ല, മറിച്ച് അധികാരത്തിന്റെയും ഭയത്തിന്റെയും തണലിലാണ് തൃണമൂൽ ഇത്രയും കാലം നിലനിന്നത്. ആ തണൽ നഷ്ടപ്പെടുമ്പോൾ അണികൾ കൂട്ടത്തോടെ കൂറുമാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബംഗാളിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഇത്രയും കാലം ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിച്ച ഒരു സർക്കാരിന് ലഭിച്ച തിരിച്ചടിയാണിത്. എന്തായാലും ബംഗാൾ രാഷ്ട്രീയത്തിലെ ഈ ട്രോൾ കാലങ്ങളോളം സ്മരിക്കപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. തങ്ങളെ അടിച്ചമർത്തിയ ദീദിക്കിട്ട് വിമതർ കൊടുത്ത ഈ 8ന്റെ പണി അല്ല 16ന്റെ പണി രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സർക്കാസമായി അവശേഷിക്കും. അധികാരത്തിന്റെ അഹങ്കാരം തെരുവിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കൊൽക്കത്ത കാണുന്നത്. ഈ തകർച്ച തൃണമൂൽ കോൺഗ്രസിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ്. മമതയുടെ അപ്രമാദിത്വം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.